പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അവന്തിക തൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ആർക്കും സംശയം ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്തു പോരുന്നത്. എന്നിട്ട് ഇവിടെ അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം അവരെ വിളിച്ച് അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അവന്തികയുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അനായനെയും ദേവയാനിയും സോപ്പിട്ട് നിൽക്കണം, അവരുടെ കൂടെ നിന്നിട്ട് ചെവി കടിക്കുന്ന രീതിയിലായിരിക്കണം നീ ചെയ്യണത്, ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്, അവർക്ക് പോലീസിൻ്റെ ബുദ്ധിയാണ്, അതുകൊണ്ട് അവരെ വളരെയധികം ശ്രദ്ധിക്കണം, അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കിളവൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഫോണൊക്കെ വെച്ചിട്ട് നയനയെയും ദേവയാനിയും സോപ്പിടാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോവുകയാണ്. അങ്ങനെ അവന്തിക ചെന്നിട്ട് ഞാനേട്ടത്തി എന്താ ഇവിടെ പരിപാടി, ജോലി ചെയ്യാണോ, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അവന്തിക അവരുടെ കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, മോൾ ഇതൊന്നും ചെയ്യണ്ട, മോൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്നതല്ലേ, അതിനെ കൊണ്ട് ഇതൊന്നും ശീലം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ വെറുതെ കൈ മുറിക്കൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം, മോൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടു പഠിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കണ്ടു പഠിച്ചാലൊന്നും ശരിയാവില്ല, എനിക്ക് ഏട്ടത്തിയെ സഹായിക്കണം, എന്തായാലും ഞാനിതൊക്കെ പഠിക്കണമല്ലോ, കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ടതല്ലേ, അപ്പോൾ നയനേട്ടത്തിയെ പോലെ അവിടെയുള്ളവരെ എനിക്ക് സ്നേഹിക്കും സഹായിക്കും ഒക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവർ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ സമയത്ത് അവന്തിക മനസ്സിൽ ചിന്തിക്കുന്നത്, എനിക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങളെപ്പോലെ അടുക്കളയിൽ കഷ്ടപ്പെടാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാനതിലൊന്നും നിൽക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെയാണ് അവന്തിക ചിന്തിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, മോളുടെ സ്വഭാവം കണ്ടിട്ടാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, കാരണം ഞങ്ങൾ മോൾ വരുന്ന സമയത്ത് നിൻ്റെ അമ്മയും അബിയും പറഞ്ഞതനുസരിച്ച് നീ ഞങ്ങളെ തള്ളി പറയുമോ, വേറെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ഞങ്ങളിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്, അത് ശരി, അമ്മായി എന്നെ അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്, തെറ്റെന്താ ശരിയെന്താ, ആളുകൾ എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്, ഞാനിപ്പോൾ വലിയ പെണ്ണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, മോളെ ഒരുപാട് സന്തോഷമായി, നീ ന്യായത്തിൻ്റെ ഭാഗത്തും ന്യായത്തിനും ഒക്കെ കൂടെ നിൽക്കുകയും ഒക്കെ വേണം, എന്താണ് തെറ്റ് എന്താണ് ശരി എന്താണെന്ന് മനസ്സിലാക്കി പോയ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക തുടങ്ങി, ഇനിയിപ്പോൾ ഓരോന്ന് പറയാനിങ്ങനെ തുടങ്ങും, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, എന്തായാലും മോളേക്ക് ചില പണിയൊന്നും എടുക്കണ്ട, മോൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചൊക്കെ തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് നമ്മുടെ അവന്തികയുടെ ഫോൺ ഡൈനിങ് ഹാളിൽ ചാർജ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് മുത്തശ്ശൻ അതുവഴി വരുന്നത്. അങ്ങനെ മുത്തശ്ശൻ അവന്തികയുടെ ഫോണാണെന്ന് മനസ്സിലാക്കിയ സമയത്ത്, മോളെ ഫോണാണല്ലോ ബെല്ലടിക്കുന്നത്, മോള് ചിലപ്പോൾ കിച്ചണിലായിരിക്കും, നയനയുടെയും ദേവയാനിയുടെയും കൂടെയാണല്ലോ അവൾ അധികം ഉണ്ടാവാറുള്ളത്, എന്തായാലും വല്ല അത്യാവശ്യ കോളായിരിക്കും, മോൾക്ക് കൊണ്ടു കൊടുക്കാം, ഇനി ആരെങ്കിലും അത്യാവശ്യപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ കട്ടാവുകയോ ചെയ്താലോ, എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് മുത്തശ്ശൻ കേൾക്കുന്നത്, എന്തായി കാര്യങ്ങൾ, ഞാൻ പറഞ്ഞതനുസരിച്ചൊക്കെ അല്ലേ നീ അവിടെ നിൽക്കുന്നത്, ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ലല്ലോ, ആ നയനയ്ക്കും ദേവയാനിക്കും പ്രത്യേകിച്ച് ആ കിളവനും കൂടെ സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, കിളവന് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ അടങ്ങി നിൽക്കത്തില്ല, അയാളുടെ സ്വഭാവം മോൾക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഇത് കേട്ടിട്ട്, മുത്തശ്ശനെ കുറിച്ചാണ് അവരെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കായിട്ട്, ഇതിപ്പോൾ ആരാണ് എന്താണെന്നും മനസ്സിലാവുന്നില്ലല്ലോ, അവന്തിക നമ്മളെ ചതിക്കുകയാണോ, സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയാണോ എന്നുള്ള ചിന്തക്ക് മുത്തശ്ശൻ്റെ മനസ്സിലോട്ട് വരികയാണ്. പക്ഷേ തിരിച്ച് ആരാണിത് എന്ന് ചോദിച്ചില്ല, തന്ത്രപരമായിട്ട് മുത്തശ്ശൻ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അവന്തിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഒന്നും മിണ്ടാത്തത്, ഞാൻ പറഞ്ഞത് ഒന്ന് കേൾക്കുന്നില്ലേ, ഇനിയിപ്പോൾ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടാവുമല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലേ നീ ഒന്നും പറയാത്തത്, എന്തായാലും ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, നീ അത് കണ്ടെത്തണം, പിന്നെ അവിടെയുള്ളവർക്ക് സംശയം തോന്നരുത്, നീ എന്തിനാണ് വന്നത് എന്നുള്ളത് അവരറിയരുത്, ഞാനും നീയും തമ്മിലുള്ള ബന്ധവും ഞാനിവിടെ ഉണ്ട് എന്നുള്ളതും ജ്വല്ലറിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതും ഒന്നും ആരും അറിയരുത്, വളരെ സൂക്ഷ്മമായിട്ട് നീ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇനി ഞാൻ പിന്നെ വിളിക്കാം, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി സംശയം തോന്നണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തികയുടെ അച്ഛൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്, ഇതിപ്പോൾ ആരാണ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, മറുവശത്ത് ആരാണ് എന്ന് പറഞ്ഞില്ല, മോളെ എന്ന് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവളുടെ ജലജയുടെ ഭർത്താവായിരിക്കുമോ, അവൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരിക്കുമോ, ഇനി എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ തകർത്തെറിയാനുള്ള പുറപ്പാടാണോ എന്നുള്ളൊരു ചിന്ത ഒക്കെ മനസ്സിലോട്ട് വരികയാണ്. എന്നിട്ട് ഇപ്പോൾ തൽക്കാലം ഇതാരും അറിയാതെ ഇതിനെക്കുറിച്ച് ഒന്ന് ഗാഢമായിട്ട് അന്വേഷിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് മുത്തശ്ശൻ.